ഇന്ന് ഞാനൊരു കടലക്കറിയാണ് തയ്യാറാക്കുന്നത്. ഈ ഒരു കറി ഒരു നാടൻ രീതിയിലുള്ള കടലക്കറിയല്ല, എന്നാൽ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു കറിയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് ചെറിയ കടലൻ്റെ ഒന്നിച്ചിട്ട് 1/4 കപ്പ് വലിയ കടലയും ഗ്രീൻ പീസും ചെറുപയറും കൂടി 1/4 കപ്പ് ഇത്രയും എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് രാവിലത്തേക്കാണെങ്കിൽ രാത്രി തന്നെ വെള്ളത്തിൽ കുതിർത്ത് വെക്കാം, അതല്ലെങ്കിൽ ഒരു 7 മണിക്കൂർ കുതിർത്ത് വെക്കാം. അതായത് മൊത്തത്തിൽ 1 കപ്പാണുള്ളത്. പിന്നെ 1/2 കപ്പ് ചെറിയ കടല, 1/4 കപ്പ് വലിയ കടലയും പിന്നെ ഗ്രീൻ പീസും ചെറുപയറും കൂടിയിട്ട് 1/4 കപ്പ് ഇത്രയും വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം നമുക്കിതിനെ വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു കുക്കറിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് ഇത് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കടല വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് മസാല അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു പാൻ വെച്ചിട്ട് പാനിന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇവിടെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. പാൻ നന്നായി ചൂടായതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെക്കണം, കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് മല്ലിപ്പൊടി കരിഞ്ഞു പോകും, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇതിലേക്ക് ചേർക്കേണ്ടത് മുളക് പൊടിയാണ്. ഞാനിവിടെ 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. മുളക് പൊടി ചേർക്കുന്ന സമയത്ത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്താൽ മതി. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്ന ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മീറ്റ് മസാലയാണ്. മീറ്റ് മസാല ഇല്ലെങ്കിൽ ചിക്കൻ മസാല ചേർത്താലും മതി. അപ്പോൾ ഈ 2 മസാലപ്പൊടികൾ നിങ്ങൾക്ക് ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ 1 ടീസ്പൂൺ ഗരം മസാല ചേർത്താൽ മതി. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാല ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ പൊടികളെല്ലാം നന്നായിട്ട് വറുത്ത് മൂത്ത ഒരു മണം വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ജീരകം ചേർക്കാം. 1 ടീസ്പൂൺ പെരിഞ്ജീരകവും 1 ടീസ്പൂൺ നല്ല ജീരകവുമാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ ജീരകം ചേർത്തതിന് ശേഷം ചെറുതായി ഒന്ന് വഴറ്റിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഒരു മസാലപ്പൊടിൻ്റെ ചൂടൊന്ന് കുറഞ്ഞ് വരുമ്പോൾ നമുക്കിതിനെ അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ വേവിച്ച് വെച്ച കടലയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ കടല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിൽ നിന്നൊരു 2 സ്പൂൺ കടല നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ഒരു കറി കുറച്ച് തിക്കായിട്ടുള്ള കറിയാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കട്ടി കൂടാൻ വേണ്ടിയിട്ട് തേങ്ങ ഒന്നും അരച്ച് ചേർക്കാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ കടല അരച്ച് ചേർക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് കടല ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർക്കേണ്ടത് തക്കാളിയാണ്. ഞാനിവിടെ ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഈ തക്കാളി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കിതിനെ അരച്ചെടുക്കാം. കാരണം ഒരുപാട് ചേർക്കരുത്, ഒരു പേസ്റ്റാക്കിയിട്ടാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കിതിനെ നല്ല സ്മൂത്ത് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ കടലയും മസാലപ്പൊടിയിലും നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ല, വെള്ളം കൂടി പോകരുത്. ഈ ഒരു പരുവത്തിൽ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയൊരു പാൻ വെച്ച് പാനൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണ അല്ല ചേർക്കുന്നത്, ഓയിലാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ചേർക്കാം. പിന്നെ ഇതിലേക്ക് ചെറിയൊരു കഷ്ണം പട്ട, 2 ബേ ലീഫ്, 2 ഏലക്ക ഒന്ന് ചതച്ചത്, പിന്നെ ഒരു സവാള ചെറുതായി അരിഞ്ഞത്, ഇത്രയും ചേർത്ത് ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള ഒന്ന് സോഫ്റ്റായി വരുന്നത് വരെ ഇതിനെ വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ സവാള നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ നേരത്തെ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു അരപ്പു സവാളി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ അരപ്പ് നന്നായിട്ടൊന്ന് ചൂടായി വരണം. അപ്പോൾ ഈ അരപ്പ് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കടല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരപ്പ് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കടല ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ഒരു കറിയിലേക്ക് വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഈ കടല വേവിച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പം എൻ്റെ ഈ ഒരു കടലയിൽ അത്ര വെള്ളമില്ല. അപ്പോൾ വെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം, പച്ചവെള്ളം ഒഴിക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പച്ചവെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കരുത്. ഇപ്പോൾ എനിക്ക് വെള്ളം കുറവായതുകൊണ്ട് ഞാനിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കറി എത്രമാത്രം ലൂസ് വേണോ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി.
പിന്നെ ഈ ഒരു കറി സമയം കഴിയുന്നോറും നല്ല കട്ടിയായിട്ട് വരും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് എടുക്കുന്ന കറി അല്ലെങ്കിൽ കുറച്ചധികം വെള്ളം ചേർക്കുന്നതായിരിക്കും നല്ലത്. അതല്ലെങ്കിൽ എടുക്കുന്ന സമയത്ത് കുറച്ചുകൂടി ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി എടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കടലക്കറി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മൾ കടല വേവിക്കുന്ന സമയത്ത് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ചേർത്താൽ മതി. ഇപ്പം നമ്മുടെ കറി നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് ചേർക്കുന്ന ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആണ് കസൂരി മേത്തി. അപ്പോൾ നിങ്ങളുടെ കസൂരി മേത്തി ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ചേർക്കുക. ഈ ഒരു കസൂരി മേത്തി ചേർത്തിട്ട് ഈ കറി ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് മല്ലിയില കൂടി ചേർക്കാം. ഇപ്പം എൻ്റെ അടുത്ത് കുറച്ച് മല്ലിയിലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് മല്ലിയില മാത്രമേ ചേർത്തിട്ടുള്ളൂ. മല്ലിയിലയും കുറച്ചധികം തന്നെ ചേർക്കണം. ഈ ഒരു കസൂരി മേത്തി മല്ലിയിലയും ചേർത്ത് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വ്യത്യസ്തമായ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.